എന്നുള്ള വേർഡ് വെച്ച് എത്ര ക്വസ്റ്റ്യൻസ് ആണല്ലേ ഉള്ളത്. നമുക്ക് എത്ര എന്നുള്ള വേർഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ്, എത്ര തവണ. എത്ര തവണ എന്നുള്ളതിന് എന്താണ് ഇംഗ്ലീഷിൽ പറയാം? ഹൗ മെനി ടൈംസ് എന്ന് പറയാം. ഓക്കെ, ഹൗ മെനി ടൈംസ്. അപ്പോൾ ഒരു സെൻറ്റൻസ് പറയുമ്പോൾ ഹൗ മെനി ടൈംസ് ഡിഡ് യു ഗോ ടു ദ സ്റ്റോർ? എത്ര തവണ നിങ്ങൾ സ്റ്റോറിൽ പോയി, ഓക്കെ, കടയിൽ പോയി. അടുത്തത് എത്ര നേരം. ഓക്കെ, എത്ര നേരം എന്നുള്ളതിന് എന്താണ് ഇംഗ്ലീഷിൽ പറയാം? ഹൗ ലോങ് എന്ന് പറയാം. ഓക്കെ, ഹൗ ലോങ്. എത്ര നീളം എന്നുള്ളതിനും ഇതുപോലെ തന്നെ ഹൗ ലോങ് എന്ന് പറയാവുന്നതാണ് കേട്ടോ. അപ്പോൾ എത്ര നേരം, ഹൗ ലോങ് ഡിഡ് യു സ്റ്റഡി? ഓക്കെ, നിങ്ങൾ എത്ര നേരം പഠിച്ചു എന്ന് ചോദിക്കാം അല്ലേ. ഇനി എത്ര ദൂരം എന്നുള്ളതിന് എന്ത് പറയും? ഹൗ ഫാർ എന്ന് പറയും. ഹൗ ഫാർ. ഹൗ ഫാർ ഈസ് യുവർ ഹൗസ്? ഓക്കെ, നിൻ്റെ വീട് എത്ര ദൂരം ഉണ്ട് എന്ന് ചോദിക്കാം. ഇനി എത്ര വേഗം എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാം? അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഈസി വൺ ആണ്. ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ, എത്ര വേഗം എന്നുള്ളതിന് എന്താണ് പറയാന്നുള്ളത്. ഇനി എത്ര ഇടവിട്ട്. ഇതിന് ഇടവിട്ട് എന്നുള്ളതിന് യൂസ് ചെയ്യുന്ന വേർഡാണ് ഓഫ്റ്റൻ. ഓക്കെ, ഇത് ഓഫ്റ്റൻ എന്നും അല്ലാതെ ഓഫൻ എന്നും പ്രൊനൗൺസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓഫ്റ്റൻ എന്നും പറയാം, ഓഫൻ എന്നും പറയാം. ഓക്കെ, അപ്പോൾ എത്ര ഇടവിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്? ഹൗ ഓഫൻ ഡു യു സ്റ്റഡി ഇംഗ്ലീഷ്? ഓക്കെ, എത്ര ഇടവിട്ടാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നതെന്ന് ചോദിക്കാം അല്ലേ. അപ്പോൾ എത്ര വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടിയല്ലോ. ഇതിൽ എത്ര വേഗം എന്നുള്ളതിന് ഹൗ ഫാസ്റ്റ് എന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ എത്ര വേഗം എന്ന് വെച്ച് തുടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കോമൻറ്റ് ബോക്സിൽ കോമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഷോർട്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക.